നമസ്കാരം. ലിബ്രെ ഓഫീസ് കാൽക്കിൻ്റെ ട്യൂട്ടോറിയൽ ഇവിടെ ആരംഭിക്കുകയാണ്. ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഷീറ്റിനകത്ത് റോയായും കോളമായും ഡാറ്റകളെ ശേഖരിച്ചുകൊണ്ട് അനാലിസിസും കാൽക്കുലേഷൻസും ഒക്കെ നടത്താൻ പറ്റുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ ഓഫീസ് ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ തുറക്കാൻ കഴിയും. ഇവിടെ മൗസ് വയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രത്യേകത എഴുതി കാണിക്കുന്നുണ്ട്. പെർഫോം കാൽക്കുലേഷൻസ്, അനലൈസ് ഇൻഫർമേഷൻ ആൻഡ് മാനേജ് ലിസ്റ്റ് എക്സെട്ര ഇൻ സ്പ്രെഡ്ഷീറ്റ് ബൈ യൂസിങ് കാൽക്ക് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് വരുന്നതാണ്. മൈക്രോസോഫ്റ്റിലാണെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ളതാണ്. നമുക്ക് ആദ്യമായി ഇതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. സാധാരണ സോഫ്റ്റ്വെയറിലുള്ള പോലെ തന്നെ ഏറ്റവും മുകളിലായി എൻ്റെ പേരെഴുതി കാണിക്കുന്ന ഭാഗമാണ് ഏത് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്, ഈ ഫയലിൻ്റെ പേര്. അൺടൈറ്റിൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനിതുവരെ നമ്മൾ ഫയൽ നെയിം കൊടുക്കാത്തതുകൊണ്ടാണ്. ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന സോഫ്റ്റ്വെയർ ആണെന്ന് കാണിക്കുന്നു. ഈ ഭാഗത്തിന് നമ്മൾക്ക് വിളിക്കുന്നത് ടൈറ്റിൽ ബാർ എന്നുള്ളതാണ്. ടൈറ്റിൽ ബാറിനകത്ത് മിനിമൈസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെയുള്ള ബട്ടൺ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. തൊട്ട് താഴെയായി കാണുന്ന ഓരോന്നും ഇതിനെ നമ്മൾ മെനു ബാർ എന്നാണ് വിളിക്കുന്നത്. ഒരു ഹോട്ടലിലൊക്കെ മറ്റും ചെല്ലുമ്പോൾ കിട്ടുന്ന മെനു ലിസ്റ്റ് ഓരോത്തിൻ്റെയും അടുക്കി വച്ചിരിക്കുന്ന ഭാഗമാണ് ഇത്. ഇതൊക്കെ നമ്മൾ പിന്നീട് ഓരോ സമയങ്ങളിൽ ഇതിൻ്റെ ഓരോ ടൂളും നമ്മളെടുത്ത് പരിചയപ്പെടുന്നതാണ്. തുടർന്ന് കാണുന്ന ഭാഗമെന്ന് പറയുന്ന ടൂൾ ബാറാണ് ഈ കാണുന്നത്. ടൂൾ ബാർ നമുക്ക് ഈ മെനു ലിസ്റ്റിനകത്ത് തന്നെ ഉള്ള ഭാഗങ്ങളെ നമുക്ക് എളുപ്പത്തിൽ ക്ലിക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് വെച്ചിട്ടുള്ളത്. സാധാരണ സോഫ്റ്റ്വെയറുകളിൽ നിന്നും ലിബ്രെ ഓഫീസിൻ്റെ തന്നെ മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാകുന്ന മറ്റൊരു ബാറാണിത്. ഇത് ഫോമുല ബാർ എന്നുള്ളതാണ്. ഇത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചു. ഇതിനകത്ത് പ്രധാനമായും കാൽക്കുലേഷൻസും അനാലിസിസും നടത്തുന്നതുകൊണ്ട് തന്നെ വിവിധ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസിയായി അതെല്ലാം ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ ലിബ്രെ ഓഫീസ് സോഫ്റ്റ്വെയറിലെല്ലാം സൈഡിൽ ഇങ്ങനെ ഒരു സൈഡ് ബാർ കാണാൻ കഴിയും. സൈഡ് ബാറിൽ നമുക്ക് വിവിധ ടൂളുകളെയൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഏറ്റവും താഴെ കാണുന്ന ഭാഗം അതിൻ്റെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ സ്വാഭാവികമുണ്ട്. പിന്നീട് നിങ്ങൾ കാണുന്നത് സാധാരണ മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്ന് വ്യത്യസ്തമായി കോളങ്ങളെയും റോകളെയും നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ ഡാറ്റയെയും മറ്റ് വിവരങ്ങളെയും എല്ലാം വിവിധ കോളങ്ങളിലും റോകളുമായിട്ടാണ് ക്രമീകരിക്കുന്നത്. എല്ലാ റോയും തിരിച്ചറിയുന്നതിന് വേണ്ടി അതിന് ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, റോ നമ്പർ ഉപയോഗിച്ചുകൊണ്ടും കോളംസ് ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുമാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ കോളമാണ് ഈ കാണുന്നത്. ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞ കോളം സെലക്ട് ചെയ്യണമെങ്കിൽ എഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴോട്ട് കാണുന്നത് മുഴുവൻ എഫ് എന്ന് പറഞ്ഞ കോളമാണ്. ഇപ്പോൾ അതിലെ 9ാമത്തെ റോ എന്ന് സൂചിപ്പിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്ന ഭാഗമാണ് ഈ ഒരു ചെറിയ ഭാഗത്ത് വരുന്നത്. ഇപ്പോൾ കണ്ടോ, 8ാമത്തെ റോയിൽ ഇ എന്ന് പറഞ്ഞ ഒരു കോളത്തിലാണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനെ ഒരു സെല്ല് എന്നാണ് പറയുന്നത്. ഈ സെല്ലിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിൽ ഇങ്ങനെ സെല്ലുള്ളതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെല്ലെന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിനെ തിരിച്ചറിയുന്നത് ഒരു സെൽ അഡ്രസ്സിലൂടെയാണ്. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ഈ സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇ എന്ന് പറഞ്ഞ കോളത്തിലെ 9ാമത്തെ റോയിലുള്ളതാണെന്ന് സൂചിപ്പിക്കുന്ന 8ാമത്തെ റോയിലുള്ളതാണ് സൂചിപ്പിക്കുന്ന E8 എന്നുള്ള സെല്ലാണ് ഈ കാണുന്നത്. ഇവിടെ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് E8 നെയിം ബോക്സ് എന്നുള്ള ഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട്. ഞാനിത് മാറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ C5 എന്നായി അവിടെ. അപ്പോൾ ഇത് സിയിൽ 5ാമത്തെ റോ ആണ്, അല്ലെങ്കിൽ ജിയിൽ 4ാമത്തെ റോ, ഇങ്ങനെ തരത്തിലൊക്കെ പോകുന്നത്. ഇതിൻ്റെ അപ്പിയറൻസിൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഈ ഇൻ്റർഫേസിൽ കാണുന്നതെന്നുള്ള അറിയാനായിട്ട് ഇവിടെ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. കേട്ടോ, വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോർമൽ എന്ന ഒരു ഭാഗം ഇവിടെ ആക്റ്റീവായി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പേജ് ബ്രേക്കിലേക്ക് വേണം മാറ്റാം. അത് മാറ്റുമ്പോൾ കുറച്ച് വ്യത്യാസം ഇവിടെ കാണാൻ കഴിയും. വീണ്ടും നോർമലിലേക്ക് ആക്കുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് വരും. ഇവിടെ അടുത്ത് ഫോമുല ബാർ ടിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ടിക്ക് മാർക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകും. ഹെഡേഴ്സ് ഉണ്ട്. ഹെഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ച ABCDയും മറ്റും കാര്യങ്ങളാണ്. ഇപ്പോൾ ഹെഡേഴ്സ് നമ്മളങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഉണ്ടോ, വെറുതെ റോയും കോളമായിട്ട് നിൽക്കുന്നത്. ഇവിടെയുള്ള നമ്പറുകളെല്ലാം പോയി മുകളിലുണ്ടായിരുന്ന കോളത്തിൻ്റെ ആൽഫബറ്റ്സ്, കോളത്തിന് പേര് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ആൽഫബറ്റ്സും ഇവിടെ പോയതായി കാണാൻ കഴിയും. വീണ്ടും ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് വരുന്നുണ്ടാകും. അതേപോലെ തന്നെ ഗ്രിഡ് ലൈൻസ്, ഇപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചു ഗ്രിഡ് ലൈൻസ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഓരോന്നിനെയും പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നിരുന്നുണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ, പക്ഷേ സെല്ലുകൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും. പ്ലെയിനായിട്ടാണ് ഇപ്പോൾ കാണുന്നത്.
പക്ഷേ സെല്ലുകൾ അതുപോലെ തന്നെ ഉണ്ടാകുകയും ചെയ്യും. ചില സമയങ്ങളിൽ നമുക്ക് ഈ ഗ്രിഡ് ലൈൻസ് ഒഴിവാക്കേണ്ടി വരാറുണ്ട്. എന്തായാലും നമ്മൾ തുടക്കക്കാരെന്നതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റാറ്റസ് ബാർ ഞാൻ നേരെ സൂചിപ്പിച്ച ഏറ്റവും താഴെ കാണിക്കുന്നത് ഇപ്പോൾ ഷീറ്റിനെ സംബന്ധിച്ചും മറ്റു വിവരങ്ങൾ എല്ലാം കാണുന്നത് സ്റ്റാറ്റസ് ബാറിലാണ്. സ്റ്റാറ്റസ് ബാറിലൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ വരും. അത് നമ്മൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ അത് പരിചയപ്പെടുന്നുണ്ടാകും. മറ്റൊന്ന് ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്ന സൈഡ് ബാറാണ്. അത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഈ സൈഡിൽ കാണുന്ന ഈ ഭാഗത്തിനെയാണ് സൈഡ് ബാർ എന്ന് പറയുന്നത്. അത് ഈ വ്യൂവിൽ സൈഡ് ബാർ ടിക്ക് കൊണ്ടാണ് അവിടെ വരുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ നിങ്ങൾ തുറക്കുമ്പോൾ ഈ സൈഡ് ബാർ ഒന്നും കാണുന്നില്ല എങ്കിൽ പരിശോധിക്കേണ്ടത് ഈ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. ഈ സൈഡ് ബാർ ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ബാക്കി ഓരോന്നും നമുക്ക് ടിക്ക് ചെയ്ത് വേണമെങ്കിൽ ഈ ഇൻ്റർഫേസിൽ ഉൾപ്പെടുത്തി വെക്കാൻ കഴിയും. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടക്കക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് അത് പറയാണ്. ഇനി പ്രധാനമായും നമുക്ക് ഇതിനകത്ത് ഈ സെല്ലിനകത്ത് ടൈപ്പ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ സെല്ലിനകത്ത് ഒരു നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. ആ നമ്പർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 1 2 3 എന്ന് ഇതിനകത്ത് 1 2 3 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അടുത്ത കോളത്തിലേക്ക് പോകണം. എനിക്ക് എൻ്റെ കഴ്സർ ഇപ്പോൾ അവിടെ തന്നെ ആയിരിക്കണം. ഞാൻ ഇനി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ തന്നെ ആയിരിക്കും വരിക. പക്ഷേ എനിക്ക് എൻ്റെ ഉദ്ദേശം ഇവിടെ 1 2 3 എന്നുള്ളതും തൊട്ടടുത്ത കോളത്തിൽ 1 2 5 എന്നുള്ളതാണ് എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ആ കഴ്സർ അടുത്ത കോളത്തിലേക്ക് കൊണ്ടുപോകേണ്ട. അതിന് 2-3 മാർഗ്ഗങ്ങളാണുള്ളത്. പ്രധാനമായും നമുക്ക് വലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ടാബ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആരോക്കി ഉപയോഗിച്ചാലും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആരോക്കി മുകളിലേക്കും താഴേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പ്രധാനമായും ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് എൻ്റർ എന്ന് പറഞ്ഞൊരു ബട്ടണാണ്. എൻ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത താഴെയുള്ള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ B3 എന്ന് പറഞ്ഞ കോളത്തിൽ 123 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് അഡ്രസ് ബാറിലെ ഈ ഇൻപുട്ട് ലൈനിൻ്റെ ഭാഗത്തത് വരികയും ചെയ്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും വരുന്നില്ല. കാരണം അവിടെ ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഡിജിറ്റ് കൂടി 4 5 6 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി അതിൻ്റെ താഴെ ഞാനൊരു ABCD അല്ലെങ്കിൽ ഒരു വാക്ക് ഞാൻ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്താൽ സ്കൂൾ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഇവിടെ കേരള എന്ന് ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഞാനൊരു നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു നിർദ്ദേശവും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടില്ല. ഇത് രണ്ടും ഈ സെല്ലിലെ ഇടതേ അറ്റത്താണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ അത് റൈറ്റ് അലൈൻഡ് ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്തെ പ്രധാനമായ സെറ്റിങ്സ്, നമ്പറിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്പർ എപ്പോഴും ഒരു ഡെസിമൽ പ്ലേസിനെ അലൈൻ ചെയ്തായിരിക്കും നിൽക്കുക. അപ്പോൾ ഇവിടെ ഡെസിമലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് അലൈൻഡായിട്ട് ഡീഫോൾട്ടായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. സാധാരണ ടെക്സ്റ്റ് ആകുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നത് ലെഫ്റ്റ് അലൈൻഡായിട്ടായിരിക്കും. ഇത് ഫോർമാറ്റിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കൃത്യമായി ഫോർമാറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഫോർമാറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലിബ്രെ ഓഫീസിൻ്റെ തന്നെ റൈറ്റർ സോഫ്റ്റ്വെയർ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഫോർമാറ്റിംഗ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. എങ്കിലും അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ എനിക്കൊന്ന് ബോൾഡാക്കണം. ഈ 123 എന്നുള്ള ബോൾഡാക്കണമെങ്കിൽ എവിടെയാണോ ഇപ്പോൾ സെലക്ഷൻ നിൽക്കുന്നത് ഈ സെലക്ഷനിൽ നിന്നും ആദ്യം കൊണ്ടുപോയി അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 123 എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഫോണ്ട് സൈസ് 10 ആണ്. അതിനകത്ത് ലിബറേഷൻ സാൻസ് എന്ന് പറഞ്ഞ ഫോണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്ന് ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാനുള്ള ടൂളുകൾ ഇവിടെയുണ്ട്. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ബോൾഡാകും. അതല്ലെങ്കിൽ ഈ സൈഡ് ബാറിൽ ഫോർമാറ്റിംഗ് എല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ ക്രമീകരിക്കും. ഇവിടെ ബോൾഡ് B എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു സിംബോളിക്കായി A എന്ന് പറഞ്ഞത് കുറച്ച് കട്ടിയായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താലും അത് ബോൾഡാവും. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തും ബോൾഡാവും. ഇറ്റാലിക്സ് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇറ്റാലിക്സ് ആവും. അണ്ടർലൈൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഈ സ്പ്രെഡ്ഷീറ്റിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ടെക്സ്റ്റിനെയോ നമ്പറിനെയൊക്കെ ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സെലക്ട് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ റൈറ്ററിൽ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ അത് സെലക്ഷനായി എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം. അതല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് സെലക്ഷൻ ആകുന്ന രീതിയിലേക്ക് വരും. ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇതോരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമുക്ക് ഓരോന്നും ഇങ്ങനെ ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഈ 4 കോളം സെല്ലുകളിലുള്ളത്
ആണ് ബോൾഡാക്കി ഒരു നിറം കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഒരുമിച്ച് സെലക്ട് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്രയും ഭാഗം ഒരുമിച്ച് സെലക്ട് ആയിട്ടുണ്ട്. അത് ഞാൻ ബോൾഡാക്കുകയാണ്. ഫോണ്ട് സൈസ് ഒരു 14 ആക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചത് വലുതായി. ഇനി സാധാരണ പോലെ തന്നെ അലൈൻമെൻറ്റുകളുണ്ട്. ലെഫ്റ്റ് അലൈൻഡ് ആക്കി കഴിഞ്ഞാൽ നമ്പർ ഉൾപ്പെടെ പോയി ലെഫ്റ്റ് അലൈൻഡ് ആകും. റൈറ്റ് അലൈൻഡ് ആക്കി കഴിഞ്ഞാൽ നമ്പറും നമ്മുടെ നേരത്തെ ഉപയോഗിച്ച ടെക്സ്റ്റും എല്ലാം റൈറ്റ് അലൈൻഡിലേക്ക് മാറുന്ന കാണാൻ കഴിയും. ഇറ്റാലിക്സ് ആക്കാൻ കഴിയും. ഇനി നിറം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫോണ്ടിൻ്റെ നിറം എടുത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് നിറവും വരുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ മൊത്തം സെലക്ട് ചെയ്ത് വെച്ചത് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് 2 സെല്ലുകളൊന്നും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫോണ്ടിൻ്റെ നിറവും വലിപ്പവും എല്ലാം ഡിഫോൾട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാകും. ഇപ്പോൾ ഇവിടെ 7, 8, 9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, അവിടെ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത് വെച്ചിരുന്ന ആ ഫോർമാറ്റിൻ്റെ രീതിയിൽ തന്നെയായിരിക്കും വരുന്നത്. ഇവിടെ നമുക്കൊരു ടെക്സ്റ്റും ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ABCD എന്ന് ടൈപ്പ് ചെയ്താൽ അതും ആ തരത്തിലേക്കായിരിക്കും വരുന്നത്. ഇനി ഇതിന് വേറൊരു നിറം കൊടുക്കണമെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു നിറം കൊടുക്കാൻ കഴിയും. ഇനി ഇതിനകത്ത് ഈ സെല്ലുകളൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയും മറ്റുമുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ചുകൂടി വിശദമായി നമ്മൾ പരിചയപ്പെടുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചൊരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതി അതിൻ്റെ തുടക്കം മുതൽ തന്നെ അത് സേവ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഫയലിൽ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സേവും സേവ് ആസും കൊണ്ട് ഇത് നമ്മൾ വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് സേവ് ആണ്, സേവ് ആസ് അല്ല. സേവ് ആസ് എന്നുള്ളത് നമ്മൾ സേവ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഡോക്യുമെൻറ്റിനെ മറ്റൊരു തരത്തിലേക്ക് സേവ് ചെയ്യുന്നതിനോ സ്ഥാനം മാറ്റുന്നതിനോ ഒക്കെയാണ് സേവ് ആസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും നമ്മൾ സേവ് മാത്രം ഉപയോഗിച്ചാൽ മതി. സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് ചോദിക്കുന്നുണ്ടാകും. ഞാൻ ട്യൂട്ടോറിയൽ 1 എന്ന് കൊടുക്കുന്നു. ട്യൂട്ടോറിയൽ 1 കൊടുത്ത് ഞാനിവിടെ ഒരു ഫോൾഡർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഫോൾഡർ തുറക്കുന്നു. കാൽക്ക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ. അതിനകത്ത് 1ാമത്തെ തുറന്നു ട്യൂട്ടോറിയൽ 1 എന്ന് കൊടുത്ത് സേവ് ചെയ്യുകയാണ്. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സൈഡ് ബാറിങ് തുറന്നിരിക്കുന്നത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്ലോസിങ് വിൻഡോ ഉണ്ട്. ക്ലോസ് ചെയ്യുമ്പോൾ ഇതിങ്ങോട്ട് ചുരുങ്ങിയിരിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് തന്നെ നമുക്കിതിന് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഫയലിൽ നമ്മൾ പ്രിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത സമയത്ത് നമുക്ക് തോന്നുന്നു ഇവിടെ റോയും കോളവും കാണുന്നുണ്ടല്ലോ, പക്ഷേ അത് വരുന്നില്ല. അപ്പോൾ ഇത് ഒരു മങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് റോയും കോളവും വരച്ചിട്ടുള്ളത്. അത് അവിടെ നമുക്ക് പ്രിൻ്റില്ലത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ബോർഡറുകൾ ഇട്ടാൽ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ഇത്രയും സ്ഥലത്ത് ഇപ്പോൾ പ്രിവ്യൂവിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ, ഇവിടെ ഇതിന് ബോർഡറുകളൊന്നും വന്നിട്ടില്ല. അല്ല കളങ്ങളൊന്നും തന്നെ മാർക്ക് ചെയ്യപ്പെട്ടില്ല. പ്രിൻ്റ് എടുത്താൽ ഈ തരത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എല്ലാ പ്രാവശ്യവും മൗസ് മാത്രം ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്താണ്. പക്ഷേ ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അത് പിടിച്ച് വലിക്കുന്നതിൽ ഇപ്പോൾ ഇവിടെ വിട്ടുപോയി. എനിക്ക് മുഴുവൻ സെലക്ഷൻ വേണ്ടിയിരുന്നൊരു കാര്യമാണ്. ഇത് സ്കൂൾ വരെ സെലക്ട് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇവിടം വരെ സെലക്ട് ചെയ്തപ്പോൾ വിട്ടുപോയി. ഉടനെ വലിക്കരുത്, വീണ്ടും അതിൻ്റെ പോയി വലിക്കരുത്. അത് രണ്ടാമത് അത് ക്യാൻസൽ ചെയ്ത് ആദ്യം തുടങ്ങും. കാരണം വലിച്ചാൽ പ്രശ്നം അത് ഇങ്ങോട്ട് പോയി കണ്ടോ, സ്കൂളും കേരളയും അവിടെ നിൽക്കും, ബാക്കിയുള്ളത് ഇങ്ങോട്ട് തിരിച്ചു പോരും. അപ്പോൾ ഞാനിത് എഡിറ്റിൽ അൺഡു കൊടുത്ത് പഴയ സ്ഥലത്തേക്ക് ആക്കേണ്ടി വരും. അപ്പോൾ സെലക്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1ാമത്തിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് നെക്കി പിടിച്ചുകൊണ്ട് റൈറ്റിലേക്കുള്ള ആരോയും ഡൗൺ ആരോ ഉപയോഗിച്ചുകൊണ്ടും നമുക്കിങ്ങനെ എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും സ്ഥലത്ത് നമുക്ക് ഇത് കുറക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആരോ ഉപയോഗിക്കാം. ഇത്രയും സ്ഥലത്ത് നമുക്ക് ബോർഡറുകൾ വേണമെന്നുണ്ടെങ്കിൽ ബോർഡർ ഇടാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഫോർമാറ്റിനകത്ത് കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ പോയിട്ട് ഞാൻ എളുപ്പത്തിൽ പറയുന്നത് ഈ ബോർഡർ എന്നുള്ള ഓപ്ഷനിൽ പോയി ഏത് ടൈപ്പ് ബോർഡർ വേണമെങ്കിൽ, ഇപ്പം ഇവിടെ നിന്ന് ഞാൻ ഒരു ബോർഡറും വേണ്ട എന്നുള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ മാത്രം മതിയെങ്കിൽ ഇത് കൊടുക്കാം, റൈറ്റ് സൈഡിൽ മാത്രമുള്ള വര മാത്രം മതിയെങ്കിൽ അത് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഏറ്റവും അങ്ങേറ്റത്തുള്ള ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വരകൾ മാത്രം മതിയെങ്കിൽ അതിന് കൊടുക്കാം. അപ്പോൾ ഈ പാഠത്തിൽ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം വേണ്ടതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ തരത്തിലാണ് വന്നിട്ടുള്ളത് ഉണ്ടോ. ഇനി നമ്മൾ പ്രിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് കളങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഇനി പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ തരത്തിലായിരിക്കും പ്രിൻ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഇൻ്റർഫേസിൽ കാണുന്ന കാര്യങ്ങളും അത് എന്തെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് റെഡിയാക്കാൻ കഴിയും, അതിനകത്ത് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വളരെ സ്പീഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ട്യൂട്ടോറിയലിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. താങ്ക് യു.